ഗൈസ്, ബിഗ് ബോസ് സീസൺ 7-ലെ ടോപ്പ് 5 ആയിരുന്ന അക്ബറിന്റെ ഒരു പ്രശ്നം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ തോതിൽ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അക്ബർ ചില ആപ്പിലൊക്കെ കയറിയിട്ട് ഇതുപോലെ ചാറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ വച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഫ്ലുവൻസർ. അപ്പോൾ ആ വീഡിയോയാണ് ഇപ്പോൾ എല്ലാ രീതിയിലും ഒരു ചർച്ചയായി മാറി എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ബർ അതിനെതിരെ നിയമ നടപടിക്കായി മുന്നോട്ട് പോവുകയാണ്. അതായത് അക്ബർ ഇപ്പോൾ കുറച്ച് മുന്നേ സോഷ്യൽ മീഡിയ, അതായത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലിട്ട ഒരു പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. അതായത് ഒരു യൂട്യൂബ് ചാനൽ വഴി എന്റെ പേരിൽ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ചില ഔദ്യോഗിക പരിപാടികൾക്കായി ഞാൻ ഖത്തറിൽ ആയതുകൊണ്ടാണ് എന്റെ പ്രതികരണം വൈകിയത്. ഞാൻ ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഭിപ്രായ പ്രകടനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ ആരും മറ്റൊരാളുടെ പ്രതിഷ്ഠയെയും വ്യക്തിത്വത്തെയും ഹനിക്കുന്ന തരത്തിലുള്ള അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്താൻ അധികാരമുള്ളവരല്ലെന്ന് മനസ്സിലാക്കുക. നിയമപരമായ പ്രക്രിയയിലൂടെ ബന്ധപ്പെട്ട വ്യക്തികളോട് അവർ ആരോപിക്കുന്നത് പോലെ ഞാൻ ചെയ്തു എന്ന് പറയുന്ന ഏതെങ്കിലും മോശമായ പ്രസ്താവനയോ പ്രവൃത്തിയോ എന്താണെന്ന് തെളിയിക്കണമെന്ന് ആവശ്യപ്പെടും. സത്യാവസ്ഥ തെളിയിക്കപ്പെടുമെന്നും നിയമവ്യവസ്ഥ ഈ വിഷയത്തിൽ അനുയോജ്യമായ വിധിനിർണയം നടത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അക്ബർ ഖാൻ. ഇതാണ് കുറച്ചു മുന്നേ അക്ബർ ഇൻസ്റ്റഗ്രാം പേജിലിട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ആ വ്യക്തി ഇട്ട വീഡിയോയിൽ പറയുന്നത് അക്ബർ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് നടത്തിയ ഒരു ചാറ്റിന്റെ കാര്യമാണ്. അതിൽ തന്നെ അക്ബർ ഓൾറെഡി മാരീഡ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ബിഗ് ബോസ് കണ്ട ആ ഒരു പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇതുപോലുള്ള ആപ്പിൽ കയറി ഉള്ള ആ ഒരു ചാറ്റിങ്ങും കാര്യങ്ങളും അത് ഏത് തരത്തിലാണ് എന്നുള്ള തരത്തിലൊക്കെ ഉള്ള ഒരു കാര്യമാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാറ്റ് എന്ന് പറയുന്നത് നോർമൽ ചാറ്റാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നോർമൽ ഒരു ചാറ്റ്, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇത് അക്ബറിനെതിരെ ഈ പറയുന്ന ആള് അത് വളരെ വലിയ തോതിൽ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ആക്കി ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഈ അക്ബർ ഇപ്പോൾ ഈ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ശരിയെന്ന് പറയുന്ന കാര്യമോ ഒന്നും തന്നെ അല്ല. പക്ഷേ ഇപ്പോൾ അക്ബർ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അത് എത്തി നോക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഇട്ടിരിക്കുന്ന ആ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കാരണം ഇപ്പോൾ അയാളുടെ ഒരു പേഴ്സണൽ കാര്യം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അയാൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ, പക്ഷെ അത് നമ്മൾ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് ഈ ഒരു പരുവത്തിലാക്കി അതൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമായി മാറും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിലവിൽ നമുക്കറിയാം, ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അക്ബറിനെതിരെ ഹേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, നിരവധി പേരുണ്ടായിരുന്നു. അവർക്ക് ഇതിപ്പോ നല്ല രീതിക്ക് ആഘോഷിക്കാനായിട്ടുള്ള ഒരു വകുപ്പ് ആയി എന്ന് വേണം പറയാൻ. കാരണം ചില കമന്റ്സുകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു കാര്യം ചെയ്തത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും അതോടൊപ്പം തന്നെ അതിലെ ചാറ്റ് ലിസ്റ്റ് കാണുമ്പോഴത്തേക്കും അതിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, വേറെ നോർമലാണ്. അത് ആ വ്യക്തി തന്നെ പറയുന്നുണ്ട് നോർമലാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. പക്ഷെ ഇത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്താവും, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തില്ല എന്താവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു തരത്തിലോട്ട് അതാക്കുമ്പോഴത്തേക്കും ഈ വ്യക്തിക്ക് എന്താണ് അതിൽ നേട്ടമെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം മറ്റൊരാളുടെ ഒരു വിഷയം അത് കുത്തിപ്പൊക്കിക്കൊണ്ട് ഈ വ്യക്തി ഒരു കോണ്ടന്റ് ഉണ്ടാക്കി അതിനെ എക്സ്പോസ് ചെയ്യിപ്പിക്കുക എന്നുള്ള തരത്തിൽ പറയുന്നത് അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ വന്നതിന് ശേഷം കുറേയധികം പേര് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ആ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണുന്നത്. അതായത് ഈ വ്യക്തി ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. അതിൽ തന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് വേറെ സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അക്ബർ മാരീഡ് ആയതുകൊണ്ട് തന്നെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും അത് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തി ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. കാരണം ഇതിൽ ആ പെൺകുട്ടി ചെയ്തത് ശരിയാണെന്നോ അല്ലെങ്കിൽ അക്ബറിന്റെ ഭാഗത്താണോ ശരിയെന്നോ ഒന്നും തന്നെ എനിക്ക് പറയാനില്ല. പക്ഷെ ആ പെൺകുട്ടി ചെയ്ത ഈ ഒരു കാര്യം അത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചൂഴ്ന്നെടുത്ത് ചെയ്ത ഒരുപോലത്തെ രീതിയായി പോയി ഇത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ പത്രപ്രവർത്തകർ ചെയ്യുന്ന അതേ ഒരു രീതി. ഇവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല, ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും അക്ബർ ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അയാളെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ചർച്ചയായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യം ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ കാര്യം ഇപ്പോൾ പുറത്ത് പറഞ്ഞ ആ വ്യക്തിക്കെതിരെ ഇപ്പോൾ അക്ബർ എന്തായാലും നിയമപരമായിട്ട് നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് അക്ബർ ഇപ്പോൾ കുറച്ച് മുന്നേ ഇൻസ്റ്റഗ്രാം പേജിലിട്ട ആ ഒരു പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം.